ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷന്റെ 4ാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അനേകം വിദ്യാർത്ഥികൾക്ക് കർത്താവ് ഇങ്ങോട്ട് പ്രവേശനം കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ താരങ്ങൾ ഇവിടെയുണ്ട്, അതുകൂടാതെ സ്പോർട്സ് താരങ്ങൾ ഇവിടെയുണ്ട്, അതുകൂടാതെ അനേകം വിദ്യാർത്ഥി എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള ദൈവമക്കളെ, കുട്ടികളെ എല്ലാം കർത്താവ് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ആശംസിച്ച് നന്നായിട്ടൊന്ന് കൈയടിച്ച് നമുക്ക് അവരെ സ്വീകരിക്കാം. ഹല്ലേലൂയ. കൈയടിക്കാൻ പറയുമ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിലുള്ളവർ മാത്രമല്ല, പുറകിലുള്ളവർ, മുകളിലുള്ളവർ, സ്കൂളിലുള്ളവർ, വരാന്തയുള്ളവർ, റോഡിൽ എല്ലാ സ്ഥലത്തും ഈ ശുശ്രൂഷയെ പങ്കുചേരാൻ ഈശോ കൊണ്ടുവന്നുള്ള എല്ലാവരും കൈയടിക്കണം. നിങ്ങൾ കൈയടിക്കുന്ന കൈ ഒന്ന് ഉയർത്തി കൈയടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ ദേശത്ത് ഇതുപോലൊരു ദൈവരാജ്യ വിരുന്ന് കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് നമുക്ക് വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം നൽകി 2 കരങ്ങൾ ഉയർത്തി ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ സത്യത്തിൽ കസേര, ഗ്രൗണ്ട് എല്ലാം ഇവിടെ നന്നായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പകൽ അധ്വാനിച്ച അനേകം ശുശ്രൂഷകർ, വൈദികർ, സിസ്റ്റേഴ്സ്, പിന്നെ ലീഡേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്, വൈദികരും അൽമാരും പിന്നെ സിസ്റ്റേഴ്സും അടങ്ങുന്ന വലിയൊരു ടീം പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് നാളുകൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഒരുവിധം എല്ലാം ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ മേൽ വ്യാപരിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ദയയാൽ എല്ലാം ക്രമീകരിക്കാൻ ദൈവം ഇടവരുത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിനു വേണ്ടി അധ്വാനിച്ച് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. വലതുകര ഉയർത്തി ദൈവമേ ഇതുപോലുള്ള കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ ദൈവരാജ്യ അനുഭവങ്ങൾ, കൂടുതൽ അഭിഷേകങ്ങൾ രൂപതയിലേക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി രൂപതയെ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കോതമംഗലം രൂപതയെ അനുഗ്രഹിക്കണമേ. ഈ രൂപതയിൽ അനേകം വിശുദ്ധരായ വൈദികർ, അനേകം വിശുദ്ധരായ സിസ്റ്റേഴ്സ്, അനേകം വിശുദ്ധരായ അൽമായർ, അനേകം വിശുദ്ധരായ സെമിനാരി വിദ്യാർത്ഥികൾ, അനേകം വിശുദ്ധരെ ഈ രൂപത ഉയർത്തണമേ കർത്താവേ. വിശുദ്ധരും വിശുദ്ധകളും ഈ രൂപതയിൽ നിന്നുണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രൂപതയ്ക്ക് ധാരാളം ദൈവവിളികൾ നൽകണമേ. ധാരാളം തീഷ്ണമതികളായ ശുശ്രൂഷകരെ നൽകണമേ. ഓരോ ഇടവുകളെ ഉണർത്തണമേ. ഓരോ സ്ഥാപനങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വളരെ സമയം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു വചന പ്രഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് വേറെ ആരുമില്ലാത്ത അച്ഛൻ തന്നെയാണ് മുഴുവൻ സമയം വചനം പ്രഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് പേരെ സാക്ഷി ശുശ്രൂഷ കഴിഞ്ഞ് പിന്നെ നേരെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. സമയം പിടിക്കും. ഒരു നീണ്ട ക്ലാസ്സാണ്. പ്രൈസ് ദി ലോർഡ്. നേരത്തെ കൂട്ടി പറയണത് എന്താ വെച്ചാൽ ഉറങ്ങാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നിങ്ങൾ 12 മണി തൊട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് 4 മണിക്ക് കാപ്പിയില്ല, ഉച്ചയ്ക്ക് ഊണില്ല, രാവിലെ പുറപ്പെട്ടപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നേരത്തെ ഒരു 1 മണിക്ക് മുമ്പ് വന്നവരെല്ലാവരും ഒന്ന് കൈ ഉയർത്താമോ? പ്രൈസ് ദി ലോർഡ്. കുറേ പേരുണ്ട്. അവർക്കൊരു പ്രത്യേക സ്വാഗതം, കൈയടിച്ചൊരു പ്രത്യേക സ്വാഗതം നൽകാം. അവരുടെ ക്ഷീണമെല്ലാം മാറിപ്പോട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കോതമംഗലം ഇതിൻ്റെ ഇതൊന്ന് വന്നുള്ളവർ കൈയുറുത്താമെന്ന് ഹർത്താലായിരുന്നു, എന്നാലും വരാൻ സാധിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെയുള്ളത് കൈയുറുത്താമോ? ഒന്ന് കൈയുറുത്തിക്ക്. ഒരു നല്ല 50%, 60%, 70% ആളുകൾ പുറത്തുനിന്നാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല സംഖ്യ ആളുകൾ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെ ഒന്ന് കൈയടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കൺവെൻഷൻ ഇവിടെ നടന്നത് ദൈവാനുഗ്രഹം, സന്തോഷമായി. ദൈവത്തിന് നന്ദി. ഹൃദയത്തിലൊരു സന്തോഷം ഈ കൺവെൻഷനെ കുറിച്ച് തോന്നുന്നു. എല്ലാവരും ഒരു 2 കൈ ഉയർത്തി ദൈവത്തിന് ഒരു 2 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വന്ന കുട്ടികളെല്ലാം ഒന്ന് കൈ ഉയർത്താമോ? എല്ലാ കുട്ടികളും, എല്ലാ സ്ഥലത്തുള്ള കുട്ടികൾ കൈ ഉയർത്തി കൈകളൊന്ന് വീശി കാണിച്ചേ. നിറയെ കുട്ടികളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം
ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ അനുഗ്രഹം അനുഭവിക്കുക എന്നുള്ളതിൽ സംശയമില്ല. ഈ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കുട്ടികൾ ഈ ക്ലാസ്സിൻ്റെ സമയത്ത് അങ്ങോട്ടും കൂടെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പാടില്ല. 9 മണി 8:30 വരെ ഇരിക്കുന്ന സ്ഥലത്തിന് ഇരുന്ന് ശരിക്കും ശ്രദ്ധിച്ച് വചനം കേൾക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ കുട്ടികൾ നല്ല അനുസരണത്തോടെ ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സിൻ്റെ ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത കുട്ടികൾ വന്നിരുന്നാൽ പിന്നെ പോകുന്നത് വരെ ഇരുന്നോട് തിരിക്കുന്ന ഒരു ധ്യാനമാണ് അഭിഷേകാഗ്നി ധ്യാനം. പ്രൈസ് ദി ലോർഡ്. കുട്ടികൾക്ക് അതിന് തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നല്ല കുട്ടികൾ, കോതമംഗലത്തെ കുട്ടികൾ നല്ല കുട്ടികൾ. പ്രിയപ്പെട്ട എന്നാൽ കൈയടിച്ച് ദൈവത്തിന് മകന് കൊടുക്കാം. ഹല്ലേലൂയ. എനിക്ക് കോതമംഗലത്ത് വരുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം, എനിക്ക് വളരെ ബഹുമാന്യരായ ധാരാളം അച്ഛന്മാർ ഈ കോതമംഗലം രൂപതയിലുണ്ട് എന്നുള്ളതാണ്. കുറേ അച്ഛന്മാർ എനിക്ക് പേഴ്സണലായിട്ട് പരിചയമില്ല. പരിചയമുള്ള അച്ഛന്മാർ ഇപ്പം നമ്മുടെ പുലിപ്പുറച്ചൻ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പുലിപ്പുറയച്ചൻ. സ്റ്റാൻലി പുലിപ്പുറയച്ചന് ഞാനൊക്കെ സെമിനാരി റക്ടറച്ചനാണ്. സ്റ്റാൻലി പുലിപ്പുറയച്ചന് ഞാനൊക്കെ ശരിക്കും സെമിനാരിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചവരാണ്. എൻ്റെ തൊട്ട് സീനിയറായിട്ട് ബഹുമാനപ്പെട്ട സ്റ്റാൻലി അച്ഛനുണ്ടായിരുന്നു. അച്ഛനും ഞാനും പിന്നെ കുറച്ച് ബ്രദർമാരെല്ലാവരും ചേർന്ന് ഒരു 5-6 വർഷം ഒരുമിച്ച് ആലുവ സെമിനാരിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചവനെ പട്ടം കിട്ടിയ അച്ഛനും കൊണ്ട് പോകുന്നു. ഞാൻ അട്ടപ്പാടിക്ക് പോയി. പിന്നെ നമ്മൾ അധികം കണ്ടുമുട്ടായിട്ട് വന്നിട്ടില്ല. പക്ഷേ പട്ടം കിട്ടുന്നത് വരെ ഞങ്ങൾ അട്ടപ്പാടിയിലല്ല, എപ്പോഴും അട്ടപ്പാടിയിലൊരു വിചാരമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞങ്ങൾ ആലുവ സെമിനാരിയിൽ ഒരുപാട് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇവിടെ കണ്ടുമുട്ടാൻ വലിയ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ മടത്തിപ്പറമ്പിൽ ഒരുപാട് വിശുദ്ധരായ നല്ല തീഷ്ണമതികളും നല്ല അനുഗ്രഹീതരായ വൈദികരുടെ ഒരു സ്ഥലമാണ് ഈ കോതമംഗലം എന്നുള്ളത്. നമുക്ക് കേരള സഭയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു വിഷയമാണ്. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പിന്നെ അച്ഛൻ പല സ്ഥലത്ത് കൺവെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ശരിക്കും ഒരു സഭാത്മകമായ എന്ന് പറഞ്ഞാൽ പിതാവും വൈദികരും ഒരു നേതൃത്വം കൊടുത്ത് അങ്ങനെ ശരിക്കും ഫുൾ ടൈം പിതാവും വൈദികരും സിസ്റ്റേഴ്സും എന്ന് പറഞ്ഞാൽ ഒരുപാട് സിസ്റ്റേഴ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റേഴ്സ് അങ്ങനെ സഭാത്മകമായ ഒരു കൺവെൻഷൻ വാസ്തവം പറഞ്ഞാൽ ഭരണങ്ങാനം കൺവെൻഷൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു കൺവെൻഷനാണിത്. അത്രയും അനുഗ്രഹം ഈ കൺവെൻഷനിലെ കർത്താവ് ഒരു എക്ലേസിലായിട്ടുള്ള ഒരു കൺവെൻഷൻ തന്ന കർത്താവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ത്യാഗമുണ്ട്. ഇതിന് പിന്നെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഇടവകയിലെ ജോലികൾ, ഇടവകയിലെ ശുശ്രൂഷ, പാസ്റ്റർ മിനിസ്ട്രികൾ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇവിടെ വന്ന് ഈ ശുശ്രൂഷയോട്, ഈ കുടുംബത്തിന്റെ ഈ ശുശ്രൂഷ, കോതമംഗലം രൂപതയാകുന്ന കുടുംബത്തിന്റെ ഈ ശുശ്രൂഷയോട് കൂട്ടായ്മ പ്രഖ്യാപിക്കുകയാണത്. അതുകൊണ്ട് ഇതിന് ത്യാഗമെടുത്ത് എല്ലാവരും ഓർത്ത് നന്ദി പറഞ്ഞ് വലതുകരം ഉയർത്തി ഇനിയും കൂടുതൽ അനുഗ്രഹം, ആരോഗ്യം, ശക്തി ദൈവമേ വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാ ആത്മായ ലീഡേഴ്സിനും രൂപതയ്ക്ക് നൽകണമേ. കരങ്ങൾ ഉയർത്തി 2 തവണ കരങ്ങൾ ഉയർത്തി എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ 2 പേരുടെ അനുഭവം ശ്രദ്ധിക്കാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സമയത്ത് എങ്ങനെയാണ് യേശുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് യേശുവിന്റെ നാമം നമ്മുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുന്നത്, എങ്ങനെയാണ് വചനം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടി ഇടപെടുന്നതെന്ന് ഇവരുടെ അനുഭവങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇരിക്കുന്നവർ ശ്രദ്ധിച്ച്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സ്ക്രീനൊക്കെ കാണുന്നുണ്ടല്ലോ, ഓഫായി പോയോ? ഇല്ല, കുഴപ്പമില്ല, കാണുന്നുണ്ട്. എനിക്ക് 1 മിനിറ്റ്, ഇത് മൈക്ക് ഓൺ ആയിട്ടില്ല. ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി മക്കളില്ലാതെ വിഷമിച്ച് പല ചികിത്സകളും ചെയ്തു. ഒടുവിൽ ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. എങ്കിലും 2008 നമ്മുടെ ബഹുമാനപ്പെട്ട വട്ടായി അച്ഛൻ വാൾസ എന്ന സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എൻ്റെ മോളും ഭർത്താവും
അവിടെ പ്രാർത്ഥനയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതിന് ശേഷം ഉടനെ തന്നെ ഒരു കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. 2 വർഷവും 8 മാസവും ആ മോനുണ്ട്. ഇപ്പോൾ അവർക്ക് ഇവിടെ വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് എന്നെ ഈ കടമ ഏൽപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇംഗ്ലണ്ടിൽ ഇവരുടെ മകള് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോയിട്ട് 8-10 വർഷമായിട്ട് മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് സംഭവം ഓർമ്മിക്കുന്നുണ്ട്. വാൾഫോൾ കോമൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കൺവെൻഷന് പങ്കെടുത്ത പക്ഷെ അച്ഛനെ കാണാനൊരു അവസരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇവരെ അവർ അവിടെ വിട്ടു. അപ്പോൾ ഇവരിങ്ങനെ മക്കളില്ല, വിഷമിച്ച് അങ്ങനെ കരച്ചിലും വിഷമിച്ച് ആ കാര്യം പറഞ്ഞു. ആ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് പൗരോഹിത്യത്തിന്റെ പ്രത്യേക ഒരു ശുശ്രൂഷയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത്. അപ്പോൾ യേശുവാണ് പ്രവർത്തിക്കുന്നത്. അത് യെശയ്യാ പ്രവചനത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിലുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ വീട്ടിൽ വെച്ച് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇതാ അവർ എഴുതി തന്നിരിക്കുകയാണ്. ആ ആശീർവാദം സ്വീകരിച്ച് 2 മാസത്തിനുള്ളിൽ അവർ ഗർഭിണിയായി. അതിനുശേഷം യാതൊരു ചികിത്സയോ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ലാതെ 2009 മാർച്ച് 27-ന് ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഇന്ന് മിടുക്കനായി അവരുടെ വീട്ടിലെ കുട്ടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ വചനപ്രഘോഷത്തിൽ സഭയുടെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത് കാലങ്ങളായുള്ള തടസ്സങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ദൈവം കാരണമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ആശീർവാദം, കുരിശിന്റെ ആശീർവാദം നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് അൾത്താരയിൽ നിന്ന് അഭിമന്യ പിതാവ് ദിവികാരനെ ഉയർത്തി ആശീർവദിക്കുന്നു. അങ്ങനെയുള്ള ഓരോ ശുശ്രൂഷ നാളെയൊക്കെ പ്രത്യേകിച്ച് പിതാവിന്റെ ആശീർവാദമൊക്കെ ദേശത്ത് നൽകപ്പെടുന്നു. അപ്പോൾ ദേശത്തെ ആശീർവദിക്കുമ്പോൾ, കുടുംബത്തെ ആശീർവദിക്കുമ്പോൾ, വ്യക്തികളെ ആശീർവദിക്കുമ്പോൾ വളരെ പ്രകടമായി ദൈവശക്തി ആ സമയത്ത് വ്യക്തികളിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും സ്ഥാപനങ്ങളിലും വ്യാപരിക്കും എന്നുള്ളത് സത്യമാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്നലത്തെ കാലം ശബ്ദം കുറഞ്ഞു പോയോ ശബ്ദം കൂടിയോ? ഒരു മിണ്ടാട്ടമില്ലല്ലോ. ആ കരങ്ങൾ നന്നായിട്ട് ഉയർത്തി അടിച്ച് ഒന്ന് പാടിക്കേ, ഉറക്കെ പാടിക്കേ. പവർ പവർ. ഹല്ലേലൂയ. ഇവർ ഇംഗ്ലണ്ടിൽ ഒരുപാട് കാലം ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഒരുപാട് കാലത്തെ ചികിത്സകൾ ചെയ്ത് ഫലമില്ലാതെ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു കൺവെൻഷനിൽ പങ്കുചേർന്ന് ഇങ്ങനെയൊരു പ്രാർത്ഥന അവർ സ്വീകരിച്ചത്. ഒരു വൈദികന്റെ കൈവപ്പ് സ്വീകരിക്കുന്നത് കുടുംബത്തിനൊരു അനുഗ്രഹമാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം വന്നാൽ കുട്ടികളെ അവരെ പള്ളി കൊടുന്ന് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കും. അതോടുകൂടി അങ്ങനെയുള്ള അന്ധകാരങ്ങളൊക്കെ മാറും. ഒരുപാട് പ്രത്യേകിച്ച് മലബാർ ദേശത്തുള്ള കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിൽ പ്രശ്നം വരുമ്പോൾ അവരോട് നേർച്ച നേരും. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ പള്ളിയിൽ വന്നോളാം, ഞങ്ങൾ ഒരു കൂട്ടുനേർച്ച നടത്താം. ആ നേർച്ച നടന്ന് പ്രാർത്ഥിക്കും, അച്ഛൻ്റെ അടുത്ത് കൊടുന്ന് പ്രാർത്ഥിപ്പിക്കും. ദൈവശക്തി കുടുംബത്തിൽ ഇടപെടുന്ന 1000 അനുഭവങ്ങൾ നമ്മുടെ മുൻ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത് നമുക്ക് കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പുതുതലമുറ നമ്മുടെ മുൻ തലമുറ വിശ്വാസ ചൈതന്യം സ്വീകരിച്ച് സഭാത്മക ശുശ്രൂഷകൾ പങ്കുചേർന്ന് ഇങ്ങനെയുള്ള രീതികളിൽ നമ്മൾ അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അധ്വാനിച്ചിട്ടൊന്നുമല്ല നടക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് എല്ലാം ഓർഡറാക്കി തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മേൽ ധാരാളം ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ, കുടുംബം ദൈവത്തിന്റെ വിശ്വാസത്തിന്റെയും ദൈവഭക്തിയുടെ അഭിഷേകത്തിന്റെ അഭിവൃദ്ധി പ്രാപിക്കാൻ 2 കരങ്ങൾ ഉയർത്തി കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഒരു വിഷമം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോൾ, ഒരു കടബാധ്യത വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോൾ മനസ്സ് പതറാതെ ദൈവത്തിന് ശരണപ്പെടാൻ, ആത്മീയ കാര്യങ്ങളെ ആശ്രയിക്കാൻ, ദൈവശക്തിയെ ആശ്രയിക്കാൻ, പ്രാർത്ഥനയെ ആശ്രയിക്കാൻ, കൂദാശകളെ ആശ്രയിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും കൃപ നൽകണമേ കർത്താവേ. ദൈവത്തിലുള്ള ശരണം വീണ്ടും സ്ഥാപിക്കണമേ കർത്താവേ. ദൈവത്തിലുള്ള ശരണം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പേര്, സ്ഥലം, അമ്മ ഉറക്കെ പറയണം. പേര്, സ്ഥലം ഉള്ള കാര്യം തുറന്ന് ഉറക്കെ പറ. എന്റെ പേര് ചോച്ചാമ്മ. ഞാൻ നാടുകാണിയിൽ നിന്ന് വരുന്നു. 8 വർഷമായി എന്റെ നടുവേദനയും കാലിന് വേദനയും ഞാൻ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കൂനിയാർന്ന് നടക്കണത്. ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കൂനി നടന്നിരുന്ന അമ്മച്ചിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് ഒരു വർഷം, എത്ര വർഷമായിട്ടുള്ള? ഒരു വർഷമായിട്ടാണോ? എത്ര? 8 വർഷമായി. 8 വർഷം. 8 വർഷമായിട്ട് ഈ അമ്മ ഇതേമാതിരി വിഷമിക്കുകയാണ്. ഈ ധ്യാനം കൂടി എനിക്ക് മിനിഞ്ഞാന്ന് മുതല് എനിക്ക് സുഖം ഉണ്ട്, വേദനയെല്ലാം. ഈ കൺവെൻഷന്റെ ആദ്യ ദിവസം വരുമ്പോൾ ചെരിഞ്ഞ് അങ്ങനെ വിഷമിച്ചാണ് വന്നിരുന്നത്? വടികുത്തിയാ വന്നത്. ഈ കൺവെൻഷന്റെ ആദ്യ ദിവസങ്ങളിൽ വന്നപ്പോ ചെരിഞ്ഞ് വടികുത്തിയാണ്. എനിക്കത് അറിയാൻ പാടില്ല എങ്ങനെ ചെരിയണമെന്നുള്ളത്. ഈ കുറച്ചും കൂടെ എളുപ്പമായിട്ടത് സൈഡിലേക്ക് ചെരിഞ്ഞ് ഇങ്ങനെയാണ് വന്നത്. ഈ കൺവെൻഷന്റെ ആദ്യത്തെ 2 ദിവസം അങ്ങനെ വന്നു. എന്നാൽ മിനിങ്ങാന്നത്തെ ശുശ്രൂഷയുടെ സമയത്ത് ഈശോട് എനിക്ക് ഇപ്പൊ നിവർന്ന് നിൽക്കാം, കുഴപ്പമില്ല, വടിയൊന്നും വേണ്ട. ഡോക്ടർമാര് എന്റെ നണ്ടിൽ തേമാനാണ്, അസ്ഥിക്കൊക്കെ അതായിരുന്നു ഇങ്ങനെ വേദന. 3 മാസം ഞാൻ ബെൽറ്റ് ഇട്ട് നടന്നു. എന്നിട്ട് എനിക്ക് പ്രശ്നമില്ല. ഞാൻ വടി കൂടാതെ ഇവിടം വരെ വന്നത്. ഈ സ്റ്റെപ്പൊക്കെ പറഞ്ഞാൽ വലിയ സ്റ്റെപ്പുകളാണ്, ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ്. അതെല്ലാം സുഖമായിട്ട് നല്ല പുള്ളിമാൻകുട്ടിയെ പോലെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നില്ലേ? കരകൾ ഉയർത്തിയടിച്ച് ജീവിക്കുന്നു, ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഈ അമ്മച്ചിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കാലിന്റെ ഇത് വളയില്ല, കാലിന്റെ മുട്ട് നമ്മുടെ മുട്ട് വളയണമല്ലോ, വളയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ കസേര നിലത്തൊന്നും ഇരിക്കാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ കാൽമുട്ടൊക്കെ കുറച്ചൊക്കെ വളയാൻ തുടങ്ങിയിട്ടുണ്ട്. കർത്താവ് അത്ഭുതകരമായി അങ്ങോട്ട് ഇടപെട്ട് ഈ കൺവെൻഷന് തന്നെ അനുഭവങ്ങൾ വന്ന് ഇതാ ദൈവജനങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ തക്കവണ്ണം കർത്താവ് ഇടപെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 2 ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൺവെൻഷന്റെ പ്രത്യേകത, ഈ ശുശ്രൂഷയുടെ പ്രത്യേകത, നമ്മൾ ഒരു അനുഭവം ഉണ്ടായി അപ്പം തന്നെ നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കില്ല. വീട്ടിലൊക്കെ പോയി നോക്കി ഒന്ന് അനുഭവപ്പെട്ടതെല്ലാം ഒന്ന് ഒരു ഇതൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ നോക്കിയത് വന്നെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ, സൗഖ്യം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തി വരുന്നവരെ മാത്രമേ നമ്മൾ നോക്കിയിട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജ് പറഞ്ഞ് അപ്പം തന്നെ സ്റ്റേജിലേക്ക് വിളിക്കാത്തത്. ആ ബെൽറ്റൊക്കെ ഊരി മാറ്റാനുള്ള കൃപ കർത്താവ് കൊണ്ട് കൊടുത്ത് 3 മാസമായി ബെൽറ്റിട്ട് നടക്കുന്ന സ്ഥിതിയായിരുന്നു. അതൊക്കെ തൂക്കി വലിച്ചെറിഞ്ഞ്. ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസ്. കേരള പോലീസിൽ ഒരു കാലത്ത് വൈപ്പിൻ ജോസ് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. എന്ത് ജോസാ? വൈപ്പിൻ ജോസ്. സെലക്ഷൻ ഗ്രേഡ് DYSP ആയിരിക്കുന്ന കാലത്ത് എനിക്ക് ലണ്ടനിൽ ലോ എൻഫോഴ്സ്മെന്റിൽ ജോലി കിട്ടുകയും ഞാൻ അവിടെ പോയി ജോലി ആരംഭിക്കുകയും ബ്രിട്ടീഷ് സിറ്റിസൺ ആവുകയും ചെയ്തു. ലണ്ടനിൽ. കഴിഞ്ഞ വർഷം എനിക്ക് യാദൃച്ഛികമായിട്ടൊരു ചെക്കപ്പ് നടത്തിയപ്പോൾ ഗാസ്ട്രോ ഇൻഡസ്റ്റിനൽ ട്യൂമർ എന്ന പേരുള്ള അത്യപൂർവമായ ഒരു ക്യാൻസർ രോഗം പിടിപെട്ടതായി മനസ്സിലായി. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നും ചീട്ട് കീറിയെന്നും ഡോക്ടർ പറഞ്ഞു. നീലാകാശത്തുനിന്ന് വെള്ളടി പോലെ നിഗളിച്ചു നടന്ന ഞാന് തകർന്നു. ഇനി മാർഗമൊന്നുമില്ല, ചികിത്സ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശനായി ഞാൻ ആ സമയത്ത് എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ വിവരമറിയിച്ചു. അദ്ദേഹം ഞാനുമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നെങ്കിൽ കൂടിയും അതൊക്കെ ക്ഷമിച്ച് അട്ടപ്പാടിയിൽ പോയി ആദ്യ വെള്ളിയാഴ്ചയിലെ ധ്യാനത്തിൽ പങ്കെടുക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടാതെ അവരും മറ്റുള്ളവരും ദിവസവും കൊന്തയില്ലുകയും ചെയ്തതിന്റെ ഫലമായിട്ട്
ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ എന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർ സമ്മതിക്കുകയും ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. പിന്നീട് പരിശോധിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് എൻ്റെ ക്യാൻസർ രോഗം ഭേദമായതായിട്ട് മനസ്സിലായി. തുടർന്ന് 2-3 പ്രാവശ്യവും ഈ കഴിഞ്ഞ മാസവും ഞാൻ ചെക്കപ്പ് നടത്തി. ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല. ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കൾ ഒട്ടുമില്ല. പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചായി 2-3 തവണ ചെക്കപ്പ് ചെയ്ത് ഡോക്ടർമാർ കൊടുത്ത് കരങ്ങൾ ഉയർത്തിയത് വലിയ ആഹ്ലാദത്തോടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമെന്ന് ഇതേപോലുള്ള ക്യാൻസർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിവിടെ പറയാൻ അനുവാദം കൊടുക്കണമെന്ന് വിചാരിച്ചാൽ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേപോലുള്ള രോഗങ്ങൾ എൻ്റെ യേശുവേ എന്ന് ഒറ്റ വിളി വിളിച്ചാൽ മതി. ആ സമയത്ത് ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതേപോലുള്ള ഇത് സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് വെറുതെ ഒന്ന് വിചാരിക്കരുത്. യേശുവേ എന്ന് പറഞ്ഞ് നമ്മുടെ ആ രോഗത്തിലേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇനി ഒരു അനുഭവം ശ്രദ്ധിക്കാം, മറ്റൊരാളുടെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷീല ജെയിംസ്. കോതമംഗല രൂപതയിലെ അംബികാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ മകൻ 2004 മുതൽ ഗൾഫിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുവരെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് 2004 വരെ തലകുത്തി മറിഞ്ഞിട്ട് ഒരു നീക്കുപോക്കും ഉണ്ടായില്ല. അങ്ങനെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 29, 30, 31, നവംബർ 1, 2, 3 തീയതികളിൽ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ബഹുമാനപ്പെട്ട സാജു അച്ഛന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടി ധ്യാനം നടന്നു. നമ്മുടെ സാജു അച്ഛൻ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസം വചനം പ്രസംഗിച്ച് കടന്നുപോയ അച്ഛനാണ് സാജു അച്ഛൻ. ആ അച്ഛന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടി ധ്യാനം അവിടെ നടന്നിട്ടോ. അച്ഛൻ എന്റെ നാട്ടുകാരൻ തന്നെയാണ്. അതുകൊണ്ട് പറയണ്ട, ഞാൻ തലേദിവസം രാത്രി അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ എന്റെ മകൻ ഇങ്ങനെ ഒരു ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള പ്രാർത്ഥനയുണ്ട്, അപ്പൊ ഇതിലേക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതായത് പിറ്റേ ദിവസം പറഞ്ഞ പ്രാർത്ഥന തൈലം പൂശി നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചില്ല, അതാണ് തൈലം പൂശി പ്രാർത്ഥന. ഒരുപാട് പേര് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഈ തൈലം പൂശി പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എന്താ അനവധി ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ കുറെ പേര് അതിനെക്കുറിച്ച് വിശ്വാസമില്ലാതിരിക്കുകയാണ്. സഭയിൽ ഒരു ശുശ്രൂഷ കർത്താവ് തരുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യാക്കോബ് 5:15, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് ക്ഷമിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈ സഹോദരനെ വിശ്വസിച്ച് പിറ്റേ ദിവസം പകല് സമയം നേരമുള്ള സമയം നോക്കി വന്ന് ഗ്രൗണ്ടിൽ വന്ന് പള്ളിയിൽ വന്ന് ആ പ്രാർത്ഥനയിൽ ആ ശുശ്രൂഷകരുടെ അടുത്ത് പോയി ഈ ദുഃഖം പറഞ്ഞങ്ങ് പ്രാർത്ഥിപ്പിച്ച്. എന്നിട്ടോ ഞാൻ എന്നിട്ട് എനിക്ക് കുർബാനയോ കൊണ്ട് ഒന്നും കൂടാൻ പറ്റിയില്ല. ആരാധനയുടെ സമയത്ത് മാത്രമേ ഞാൻ ഈ രൂപതയുടെ തന്നെ ജീവാമൽക്കിൽ ജോലി ചെയ്യണതുകൊണ്ട് എനിക്ക് ആരാധന മാത്രമേ കൂടാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ആരാധനയുടെ സമയത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ മാസം തന്നെ 19-ാം തീയതി എന്റെ മകന് പോകാനുള്ള അനുഗ്രഹം കർത്താവ് കൊടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തടസ്സം മാറി വിദേശത്തേക്ക് പോകാനുള്ള വാതിൽ തുറന്നു കൊടുത്ത് കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഏതാണ്ട് 2004 മുതൽ 2009 വരെ 5-6 വർഷങ്ങൾ ഇവര് സകല കഴിവ് ഉപയോഗിച്ച് നോക്കിയതാണ് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടന്ന് ജോലി നേടണമെന്ന്. ഒന്നും നടന്നില്ല, നിരാശ മാത്രം ബാക്കി. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ ഇവർ ഒറ്റയ്ക്ക് കുറെ പ്രാർത്ഥിച്ചിരുന്നു, നടന്നില്ല. കാരണം അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, കുടുംബാംഗങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആ മകനും ആഗ്രഹമുണ്ട് പോകണമെന്ന്. അതുകൊണ്ട് 2004 തൊട്ട് 2009 വരെ പ്രാർത്ഥിച്ചു, എന്നിട്ട് നടന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് യെശയ്യാ 52:2 പഠിപ്പിക്കുകയാണ്, ബന്ധനസയ ജെറുസലേമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസയ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിച്ചു കളയുക. പൊട്ടിച്ചിട്ടും പോണില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുക. അതാണ് വൈദികർ അല്ലെങ്കിൽ പൗരോഹിത്യമുള്ള സഭയുടെ ശുശ്രൂഷകൾ, കൂദാശകൾ. അവിടെ ചെന്ന് പ്രാർത്ഥിപ്പിച്ചു കഴിയുമ്പോൾ ഈശോ കൊടുത്തിരിക്കുന്ന അധികാരം, നിങ്ങൾ ബന്ധിക്കുന്നത് ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നത് അഴിക്കപ്പെട്ടിരിക്കും. ഈ അധികാരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വിടുതൽ ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ, ആ സ്ഥാപനത്തിൽ, ആ സ്ഥലത്ത് കർത്താവ് അങ്ങോട്ട് കൊടുക്കും.
പ്രൈസ് ദി ലോർഡ്. ഈശോ നൽകിയിരിക്കുന്ന ഈ അധികാരം വെറുതെയല്ല, നമ്മുടെ ഓരോ കണ്ണുനീരിലും ആശ്വാസം ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് ഈ അധികാരം ഈശോ നൽകിയിരിക്കുന്നത്. അത് ആ ശുശ്രൂഷകർ പിറ്റേ ദിവസം അച്ഛൻ പിറ്റേ ദിവസം രാവിലെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ആശീർവാദങ്ങൾ കൊടുത്ത് ഇത് 2 ആഴ്ചയ്ക്കുള്ളിൽ വിദേശത്തേക്ക് അങ്ങോട്ട് പോകാനും എല്ലാ കാര്യങ്ങളും സമാധാനം ജോലിയൊക്കെ കിട്ടിയ നല്ല ജോലിയും കിട്ടി. ഞങ്ങളിപ്പോ പുതിയ ഭവനം ശമ്പളവും കിട്ടി അല്ലേ, ഒരു പണിത് ഉയർത്താനുള്ള ഒരു ഭവനവും ശരിയായി, ഇതെല്ലാം സമാധാനമായി. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങ് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവ് ഇടപെട്ട കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈയടിച്ചാൽ പോരാ, നല്ല ആഹ്ലാദം വേണം. ഇതങ്ങനെ ഒരു ചതഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള കൈയടിയാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല സന്തോഷം ഉണ്ടെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തോടുകൂടിയുള്ള ഇടപെടലുണ്ടാകുക. ഇങ്ങനെ വിഷമിച്ച് കൈയടിച്ചാൽ ഇതിന്റെ അവസാനം എന്തായി തീരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നല്ല ആഹ്ലാദം വേണം. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായം 4-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വചനം ഉറക്കെ പറ, കുറച്ചുങ്ങൾ ഉറക്കെ പറ. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൺവെൻഷന് പങ്കെടുക്കുമ്പോൾ സന്തോഷത്തോടെ ഓരോ ശുശ്രൂഷകളിൽ പങ്കുചേരുക. ഹല്ലേലൂയ. അപ്പൊ ഇടത്തോട്ട് വലത്തോട്ട് പതുക്കെ അനങ്ങി നല്ല ആഹ്ലാദിച്ച് കൈയടിക്കണം. പതുക്കെ ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങിക്കേ, നന്നായിട്ട് അനങ്ങിക്കേ. ഒന്ന് കൈയടിച്ച് പാടിക്കേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സെമിനാരി വിദ്യാർത്ഥി, എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമുള്ള സംഗതി ഈ രൂപതയുള്ള സെമിനാരി വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ്. അവർ വളരെ തെളിഞ്ഞ സ്വഭാവം, നല്ല ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രൂപതയ്ക്ക് മുഴുവൻ സന്തോഷമാണ്. കൈയടിച്ച് നമുക്ക് ദൈവത്തെ വാദപ്പെടുന്ന. ഹല്ലേലൂയ. അവർ ഇന്നലെ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ ഫുള്ളായിട്ട് പങ്കെടുക്കുന്നത് മാത്രമല്ല, ശരിക്കും നന്നായിട്ട് ദൈവത്തെ ആരാധിക്കാൻ അവർ അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നന്നായിട്ട് ഒന്നും കൂടെ ഇടത്തോട്ട് വലത്തോട്ട് അനങ്ങി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. ഞാൻ ഈ സ്ഥലവാസിയാണ്, കോതംകുളത്ത് തന്നെ. ഞാൻ അനുഭവ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകളുടെ എൻ്റെ മകളുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ അനുഭവ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകളുടെ ഭർത്താവിന് കല്യാണം കഴിഞ്ഞിട്ട് ജോലിയില്ലായിരുന്നു, ഗൾഫിലായിരുന്നു നേരത്തെ, ജോലിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അട്ടപ്പാടിയിലൊരു തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ 26 മാസം അടുപ്പിച്ച് പോകാൻ സാധിച്ചു. അപ്പം അവിടെ ഞാൻ ഈ കഴിഞ്ഞ 2 മാസം പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന വിട്ടു. മധ്യസ്ഥ പ്രാർത്ഥന എഴുതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൺവെൻഷനെ കൂടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെന്ന് പറയാനൊന്നും സമയം കിട്ടിയല്ല. അപ്പൊ നമ്മൾ മുൻവശത്ത് ഒരു ബക്കറ്റ് വെക്കും. ആ ബക്കറ്റിലേക്ക് നമ്മുടെ വീട്ടിലെ ഓരോ കണ്ണുനീരും ഓരോ ആവശ്യങ്ങളും എഴുതി നമ്മൾ ആ പേപ്പർ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബക്കറ്റിൽ കൊണ്ട് കിടണം. അപ്പൊ അതെടുത്ത് നമ്മൾ ആരാധനയുടെ സമയത്ത് നമ്മൾ പ്രത്യേകം ആശീർവദിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ചേട്ടൻ മധ്യസ്ഥ പ്രാർത്ഥന ബക്കറ്റിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന നിയോഗമായിട്ട് ആ കുടുംബത്തിന്റെ ആവശ്യം എഴുതി സമർപ്പിച്ച്. അപ്പൊ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇട്ട് അപ്പം പുള്ളി എറണാകുളത്ത് കാറ്ററിംഗ്സിന് ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, ഞങ്ങൾ ആരും അറിഞ്ഞില്ല, കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം 11 മണിക്ക് പേപ്പർ വന്നു. പുള്ളി പോകാൻ വേണ്ടിയിട്ട് പുള്ളി മസ്കറ്റിലേക്ക് പോയി. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം നല്ല ജോലി കിട്ടി. അപ്പം പെട്ടെന്ന് ഒരു 5-6 മാസം ആയിരുന്നു. 2 മാസം കൊടുത്തോളൂ. മധ്യസ്ഥ പ്രാർത്ഥന 2 മാസത്തിനുള്ളിൽ വർഷങ്ങളായി ഇവരെ എത്ര കൊണ്ട് നടക്കാതിരുന്ന തടസ്സങ്ങളൊക്കെ മാറി കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു.
പുള്ളിപ്പാട് പേപ്പർ വന്നു പറഞ്ഞ ന്യൂസ് പേപ്പർ വന്ന കാര്യമല്ല മനസ്സിലാക്കേണ്ടത്. വിസ വന്നു. അപ്പൊ അത് പെട്ടെന്ന് പുള്ളി ജോലി പ്രവേശിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് നല്ല ജോലിയാണ്, നല്ല ശമ്പളം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് പോട്ടെ, തമ്പുരാന്റെ അനുഗ്രഹം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകള് KNCക്ക് രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ കർണാടകയിൽ പഠിച്ചതായിരുന്നു. അപ്പം എറണാകുളത്ത് വെച്ചായിരുന്നു ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങളാരും അറിയുന്നില്ല. ഈ വെഞ്ചരിച്ച വെളിച്ചെണ്ണ വീട്ടിൽ ഉണ്ട്. അപ്പം ഇവർക്ക് പോകാൻ ബുദ്ധിമുട്ട്. അപ്പം ഈ ഹാൾ ടിക്കറ്റ് പോലെ ഈ വെഞ്ചരിച്ച വെണ്ണ അവള് ശ്രീവായിടുമായിരിക്കും. ശ്രീവായിട്ട് ചെറിയൊരു കുരിശിന്റെ അടയാളിട്ട് പ്രാർത്ഥന. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെ 2 വെച്ചുണ്ട്. ഞങ്ങൾ 3 പേരും ഇങ്ങനെ അറിയാവുന്നത് ഒത്തിരി പേരുണ്ടായിരുന്നു. എറണാകുളത്ത് വെച്ചാൽ ടെസ്റ്റ് കഴിഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ചു പോയ 2 പിള്ളേരും തോറ്റുപോയി. ഈ മകൾ ജയിച്ചു. പേപ്പർ വന്നു. എല്ലാ രീതിയിലും അനുഗ്രഹിച്ചു. വളരെ വിഷമമുള്ള ടെസ്റ്റായിരുന്നു. പഠിച്ചു, കുറെ അധ്വാനിച്ചു. പക്ഷേ ആ കുട്ടി ഈശോയുടെ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ എന്റെ കഴിവോടുള്ള അങ്ങയുടെ ഇടപെടൽ കൊണ്ട് എന്നെ അനുഗ്രഹിച്ച് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഹോൾ ടിക്കറ്റ് അങ്ങോട്ട് സ്ലീവ മുദ്ര ചെയ്ത് അങ്ങോട്ട് പോയി അങ്ങോട്ട് എഴുതി ആ കുട്ടി അങ്ങോട്ട് പാസ്സായി. അവർക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പാസ്സായി. സ്വന്തം കഴിവിൽ ഞാൻ ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത അത്രയും കുട്ടിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം അങ്ങോട്ട് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ കുട്ടിയുടെ തടസ്സം. അത് സങ്കീർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായത്തിലെ 19-ാം തിരുവചനം അന്വർത്ഥമായതാണ്. സങ്കീർത്തനം 31:19 പറഞ്ഞെങ്ങനെയാണ്, കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങ് അവ അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ പരസ്യമായി കൊടുക്കുന്നു. ഈ സ്ലീവ വെച്ച് ആശീർവദിക്കുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൽ അഭയം തേടുന്നതിൻ്റെ ഒരു വേറൊരു ബാഹ്യമായ ഒരു അടയാളമാണത്. നമ്മൾ പള്ളിയിൽ പോകുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കുർബാനയ്ക്ക് കൂടുന്നു, അങ്ങനെ ഓരോ, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, സ്ലീവ വെച്ച് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു, ഒരു അച്ഛനെ കൂടെ തലയ്ക്ക് പിടിപ്പിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ബാഹ്യമായൊരു അടയാളമാണ്. അതിന് പിന്നിലുള്ള ഹൃദയം എന്താ? എൻ്റെ ദൈവമേ അവിടുന്ന് ഇടപെടണമേ. ആ പ്രാർത്ഥനയാണ് അതിന് പിന്നിലുള്ള ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് വേണ്ടി ദൈവം അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കിട്ടണം നിർബന്ധമില്ല. ആർക്കാണ് അതെല്ലാം കിട്ടുന്നത്? അവിടുന്ന് അഭയം തേടുന്നവർക്ക് അവിടുന്ന് അവ എടുത്ത് പരസ്യമായി കൊടുക്കുന്നു. കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, അങ്ങയുടെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്ന